ഊട്ടിക്കടുത്തുള്ള KT വില്ലേജ് എന്ന സ്ഥലമാണ്. KT വില്ലേജ്, KETTI. ഒരു ടിപ്പിക്കൽ, ഒരു പക്ക വില്ലേജാണ്. പിന്നെ താഴെ ധാരാളം പേര് താമസിക്കുന്നുണ്ട് താഴ്വാരത്ത്. അത് കൂടാതെ ഇവിടെ തന്നെ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. ഇത് വേറൊരു അമ്പലമാണ്. പണ്ട് ഇവിടെ എല്ലാം തേയില എസ്റ്റേറ്റുകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം പഞ്ചായത്ത് ചില ഏരിയകൾ പെർമിഷൻ കൊടുത്ത് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല റോഡുകളാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഊട്ടിയിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇതെല്ലാം പുതുതായിട്ട് പെർമിറ്റ് കൊടുത്തേക്കുന്നതാണ്. KT വില്ലേജ്, KT ടൗൺ പഞ്ചായത്ത്. കൂടുതൽ ഇതെല്ലാം റിസോർട്ട് മാഫിയകൾ കൈയടക്കുന്നതാണ്. പഞ്ചായത്ത് അധികാരികൾ സ്വാധീനിച്ച് ഇവിടെ അടുത്ത് തന്നെ റിസോർട്ട് വരാൻ സാധ്യതയുണ്ട്. വളരെ ചെങ്കുത്തായ ഒരു കയറ്റാണ്. അതിൻ്റെ ടോപ്പിലൂടെയാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള വണ്ടികൾ ഊട്ടിക്ക് പോകുന്നത്. ശരിക്കും 2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ വളരെ ചെങ്കുത്തായ കയറ്റമാണ്. താഴേക്ക് പോകണമെങ്കിൽ നമുക്ക് 12 കിലോമീറ്റർ എടുത്ത് ഊട്ടിക്കാം. മുകളിലൂടെയാണെങ്കിൽ 5 കിലോമീറ്റർ. തേയില എസ്റ്റേറ്റിന് നടുവിൽ തന്നെയാണ് വീടുകളും പല സ്ഥലത്തും. ഇതൊരു പഴയ കെട്ടിടമാണ്. ഊട്ടിയിൽ നിന്നുള്ള തിരക്കിൽ നിന്ന് ഒഴിവായി വളരെ കാമായിട്ട് താമസിക്കാൻ പറ്റിയ ഇടമാണ് KT. ഇവിടെ ധാരാളം റിസോർട്ടുകളുണ്ട്. മുകളിൽ കാണാം റിസോർട്ടുകളുടെ ഒരു നിര തന്നെ. ഈ താഴെ കാണുന്നൊരു പഴയ കെട്ടിടമാണ്. അതിനൊത്തിരി വർഷങ്ങൾ പഴക്കമുള്ള. ഈ ടാർപ്പായ കൊണ്ട് മറച്ചിരിക്കുന്നതെല്ലാം മഷ്റൂം ഫാമുകളാണ്. ഇത് KT വില്ലേജിനടുത്ത് തന്നെയുള്ള അച്ചനക്കൽ എന്ന് പറയുന്ന ഗ്രാമമാണ്. ഊട്ടിയിൽ നിന്ന് അച്ചനക്കൽ വരെ ബസ് സർവീസ് ഉണ്ട്. ഇത് അച്ചനക്കൽ ഗ്രാമമാണ്. വീടുകൾ അടുത്തടുത്ത് കാണാം. ബസ് സർവീസ് ഊട്ടിയിൽ നിന്നുള്ളത് ദണക്കൽ വരെയുള്ളൂ. നാട്ടുകാരുടെ ജീവൻ എന്ന് പറയുന്ന അമ്പലങ്ങളാണ്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലമാണ് അണക്കൽ.
പ്രധാനപ്പെട്ട ജോലി കൊളുന്ത് നുള്ളലാണ്, തേയിലയുടെ കൊളുന്ത്. ഇവിടെ ഒരു വലിയ സ്ട്രോബെറി ഫാമുണ്ട്, താഴെ വെളുത്ത ഷീറ്റിട്ട് മറിച്ചിരിക്കുന്നത്. വിസിറ്റേഴ്സ് അലൗഡാണ്. സ്ട്രോബെറി ഫാം കാണുന്ന ആളുകൾ വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ. ഇതൊരു റിസോർട്ടാണ്, തേയില ചെടികളുടെ ഇടയ്ക്കാണിത്. ഇതിൻ്റെ താഴെ മറ്റു റിസോർട്ടുണ്ട്. പാർക്കിംഗ് എല്ലാം താഴെയാണ്. ട്രെയിൻ പോണ സൗണ്ടാണത്. 80-ലൊരു സ്റ്റോപ്പുണ്ട്, അടുത്ത സ്റ്റോപ്പ് ലൗഡയിലാണ്.